ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇന്നൊരു സാറ്റർഡേ വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ സാറ്റർഡേ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ കുട്ടികളായിട്ട് ഒത്തിട്ടുള്ള ഒരു അടിപൊളി വ്ളോഗ്. ചെറുതായിട്ടൊന്ന് ഫീവറും അതുപോലെ തന്നെ ചെറിയ ജലദോഷമൊക്കെ ഉണ്ട്. അതിൻ്റെ സൗണ്ടിനൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ രാവിലത്തെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിത് മുറ്റടിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇപ്പം മുറ്റമൊക്കെ അടിച്ചു കഴിഞ്ഞതിന് ശേഷം വീട്ടിന് അകത്തും എല്ലാം ക്ലീൻ ചെയ്യണം. അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ ഈക്കൊക്കെ എടുത്തിട്ട് മെഷീനിലിടണം അലക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് വരുന്നുണ്ട്. പിന്നെ അതിന് ശേഷമാണ് കേട്ടോ നാസ്തയൊക്കെ കഴിക്കുന്നത്. ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ കാര്യപ്പാണ് കേട്ടോ അന്ന് നാസ്ത ഉണ്ടാക്കിയ കാര്യപ്പും ചിക്കൻ കറിയാണ് അന്നത്തെ നാസ്ത ഉണ്ടായിന്. പിന്നെ നാസ്ത പരിപാടിയൊക്കെ ചടവട കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് എടുക്കാൻ തുടങ്ങി. ഉച്ചക്ക് ബിരിയാണിയാണ് ആക്കുന്നത്. ഞാൻ ഒരുപാട് തരം ബിരിയാണിയുടെ റെസിപ്പി വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എനിക്കും വലിയ ഉപകാരമായിട്ടീനു. അപ്പോൾ ബിരിയാണിയൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ബിരിയാണി കഴിക്കുന്നതും അതൊന്നും ഉൾക്കൊള്ളിട്ടില്ല. ഞങ്ങൾ എല്ലാം സ്പീഡാക്കി ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ഈവനിങ്ങിലൊരു ഔട്ടിങ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ലഞ്ച് പുറത്തുനിന്ന് കഴിച്ചുകൊണ്ട് കുട്ടികൾക്കകത്ത് മാത്രം പോരായിരുന്നു. അവർക്ക് പുറത്ത് എവിടെയെങ്കിലും കളിക്കാനോ അങ്ങനെ എന്തെങ്കിലും പാർക്കിലേക്ക് പോകണമെന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അങ്ങനെ ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്, ചൂട്ടാട് ബീച്ചിലേക്ക്. അപ്പം ഞാനും ഉപ്പയും 2 വീലർ എടുത്തിട്ടാണ് പോയത്. ബാക്കി എല്ലാവരും ഉമ്മയും മക്കളും ബ്രദറിൻ്റെ വൈഫൊക്കെ ഓട്ടോയിലാണ് പോയത്. അപ്പം നമ്മൾ എല്ലാവരും കൂടി എത്തിയതിന് ശേഷം എല്ലാ കാഴ്ചകളാണ് കാണുന്നത്. ഒരുപാട് കൊല്ലത്തിന് ശേഷം കേട്ടോ നമ്മളിങ്ങനെ ബീച്ചിലേക്ക് വരുന്നത്. ഒരു 2 കൊല്ലത്തിന് മേലെ ആയിട്ടാണ്. കൊറോണയ്ക്ക് ശേഷം ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. അപ്പം ഒരുപാട് നല്ല നല്ല മാറ്റമുണ്ട് കേട്ടോ. ഇതിന് മുന്നേ ഇങ്ങനെയൊന്നുമല്ലായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം കുറേ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പോരാത്തതിന് ഇവിടെ ഓണം ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അപ്പം നല്ലോണം എൻജോയ് ചെയ്തു, ഒരുപാട് എൻജോയ് ചെയ്തു. കുട്ടികളായാലും നമ്മൾ വലിയ ആൾക്കാരായാലും ഇവിടെ ബീച്ചിൽ വെള്ളത്തിലൊക്കെ ഇറങ്ങി, പിന്നെ ഇതേപോലെ റൈഡിലൊക്കെ കയറി മക്കളൊക്കെ. അപ്പോൾ അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇതിൽ പെർ പേഴ്സൺ 100 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നുണ്ടായി. അപ്പം ഈ റൈഡ് കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ഒന്ന് കയറാനുള്ള ഒരു അതുകൊണ്ട് മക്കളാദ്യം കയറി. ഇസുമോളും അല്ലും കയറിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ്. പിന്നെ അവർ ഓടിച്ച് കണ്ട് സിമ്പിൾ കാര്യമാണെന്നൊക്കെ അറിഞ്ഞതിന് ശേഷം ഞാനും ബ്രദറിൻ്റെ വൈഫും കൂടി കയറി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ റൈഡ് ചെയ്യാൻ. പുഴയിലായതുകൊണ്ട് കുറച്ച് എന്താ പറയുക, പ്രഷർ കൊടുക്കേണ്ടി വരുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു, നല്ല എക്സ്പീരിയൻസാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ബീച്ചിൽ പോയിട്ട് അർമാദിച്ച പോലെ റൈഡിലൊക്കെ കയറി. അതിന് ശേഷം നമ്മൾ നേരെ പോയത് വെള്ളത്തിലായിരുന്നു കേട്ടോ. ഹെസു ബേബി ഉണ്ടായതുകൊണ്ട് ഉമ്മ ഉണ്ടായിട്ടില്ല. ഉമ്മ ബേബിനെ എടുത്തിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ബാക്കി എല്ലാവരും കൂടിയിട്ട് വെള്ളത്തിൽ അങ്ങോട്ട് നല്ലോണം കളിച്ചു, ഒരുപാട് നേരം കളിച്ചു. അതിന് ശേഷം റൈഡിൽ കയറണം. ഇനി അധികം വെള്ളത്തിൽ കളിച്ചാൽ ശരിയാവില്ല എന്ന് തോന്നിയുകൊണ്ട് നമ്മൾ റൈഡിൽ കയറി, ആകാശത്തൊട്ടിലൊക്കെ കയറി. പിന്നെ ഇത് എനിക്ക് ഉപ്പ എടുത്താന്ന വീഡിയോ ആണ് കേട്ടോ. നമ്മൾ കയറിയ സമയത്ത് ഉപ്പ എടുത്താന്ന വീഡിയോ ആണ്. എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ബാക്കിയുള്ള റൈഡിലൊക്കെ ഒരാൾ അവിടെ ബോട്ടിൽ കയറി, പിന്നെ ഒരാൾ ഈ ഒരു സംഭവത്തിൽ കയറി, പിന്നെ ചെറിയ മോന് ബോളൊക്കെ വെച്ചെടുത്ത് കയറി. അപ്പം അവരും നല്ലോണം എൻജോയ് ചെയ്തു. ഒരുപാട് നാളെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ എവിടെയെങ്കിലും പോകാൻ കൂട്ടിയിട്ട് പോകുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ അപ്പോൾ ഇവിടുന്ന് വിട്ടതിന് ശേഷം ഒരു മഗ്‌രിബ് ആവാനായ സമയത്ത് അന്നിട്ടാണ് നമ്മൾ ഇറങ്ങാൻ പോയത്. ഒരു 6:30 ആയിട്ടുണ്ടായിരുന്നു. എന്നാലും നല്ല വെളിച്ചമുണ്ടായിരുന്നു കേട്ടോ. 6:30 ആയതിനു ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അതിന് ശേഷം നമ്മൾ എല്ലാവരും പറഞ്ഞു ഐസ്ക്രീം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഐസ്ക്രീമൊക്കെ കഴിക്കാൻ കയറി. ബീച്ചും ഐസ്ക്രീമൊക്കെ ഞാൻ എൻജോയ് ചെയ്തു. അതേപോലെ വീഡിയോ നിങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.